ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് അല്ലേ ഗൈസ്. മറ്റേ സാധനങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ക്ഷമിക്ക, പുറത്ത് ഹായ് ഗൈസ്, അസ്സലാമലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ബാക്ക് അല്ല ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനലാണ്. കാരണം ഇതിൻ്റെ ഫസ്റ്റ് വ്ലോഗാണ്. ഫസ്റ്റ് വ്ലോഗ് എന്ന് പറയുമ്പോൾ ഞാൻ യൂട്യൂബിൽ ലോങ് വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് ഇടാൻ പോണത്. ഷോർട്ട് വ്ലോഗ്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷേ അതിൽ നിങ്ങൾക്ക് ഇനി അറിയോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് വ്ലോഗാണ്. ഞാൻ ഇതിൻ്റെ മുന്നേ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ ഇട്ടില്ല. ഞാൻ വിചാരിച്ചു ഞാൻ എൻ്റെ ഹസ്ബൻഡിനെയും ഫാമിലീനെയും എല്ലാവരെയും കൂടെ ഇരുത്തിയിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ട് നമുക്ക് വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഹസ്ബൻഡ് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഞാൻ ഫ്രീ അല്ലായിരിക്കും, ഞാൻ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഹസ്ബൻഡ് ഫ്രീ അല്ലായിരിക്കും. ഇനി ഞങ്ങൾ രണ്ടാളും ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഫാമിലി ഗസ്റ്റ് വന്നിട്ടുണ്ടാകും, അങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഓരെയും കൂട്ടി നമുക്ക് പിന്നെ എടുക്കാം. ഇപ്പോൾ നമുക്കൊരു വീഡിയോ തുടങ്ങാം. കാരണം ഞാൻ കുറേ ദിവസമായി വീഡിയോ തുടങ്ങാന്ന് പറഞ്ഞിട്ട് പാതി വരെ എത്തി, പക്ഷെ ഇതുവരെ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ വെച്ച് തുടങ്ങാം. ഞാൻ എന്തായാലും ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ബാക്കിയുള്ളവരെ നമുക്ക് പിന്നെ പരിചയപ്പെടാം. എൻ്റെ പേര് റിൻഷാന ഷെറീൻ, എനിക്ക് 20 വയസ്സായി. എൻ്റെ ഹസ്ബൻഡിൻ്റെ നെയിം വന്നിട്ട് നിസാം. ഞാൻ ഫാമിലീനെ പറഞ്ഞു തരാം, പക്ഷെ പരിചയപ്പെടുത്തുന്നത് പിന്നൊരു ദിവസമാവാം. എൻ്റെ പെരയിൽ വന്നിട്ട് ഉമ്മ ഉണ്ട്, ഉപ്പുണ്ട്, പിന്നെ എനിക്ക് മൂത്തത് 3 താത്താരാണ്. ഞങ്ങൾ 4 മക്കളാണ്. പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നിട്ട് ഉമ്മ ഉണ്ട്, ഉപ്പുണ്ട്, 3 മക്കളാണ്. ഹസ്ബൻഡ് ചെറുത്, ഹസ്ബൻഡിൻ്റെ മേലെ 2 ബ്രദേഴ്സ് ഉണ്ട്. പിന്നെ എല്ലാവരും പറയുന്നുണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ കുറേ ആലോചിക്കണം, യൂട്യൂബ് ചാനൽ എന്താണെന്നറിയണം, നിങ്ങൾ എന്ത് കണ്ടൻറ്റാണ് ഇടുന്നതെന്ന് നിങ്ങൾക്കറിയണം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞാൻ കേട്ടിരിക്കണം. പക്ഷെ ഞാൻ ഇതൊന്നും നോക്കിയിട്ടില്ല ഗൈസ്. എനിക്ക് എന്ത് കണ്ടൻറ്റ് ഇടണം എന്നറിയില്ല, എന്തിൽ തുടങ്ങണം, എന്തിൽ അവസാനിക്കണം, ഇതൊന്നും എനിക്കറിയില്ല. എനിക്ക് തോന്നി പെട്ടെന്ന് ഞാൻ എടുത്തു, അത്രയേ ഉള്ളൂ. എന്താ പറയേണ്ടത് ഏതാ പറയേണ്ടത് ഒന്നും എനിക്കറിയില്ല. എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, പൊറുക്കുക, കൂടെ നിൽക്കുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് എനിക്ക് എന്താ പറയേണ്ടതെന്നൊന്നും അറിയണില്ല. ഇനി ഇൻഷാ അല്ലാ നമുക്ക് ഇനിയും കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരണം. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇൻഷാ അല്ലാ നമുക്ക് ഇനി ഫാമിലീനെ കൂട്ടിയിട്ട് ഹസ്ബൻഡിനെ കൂട്ടിയിട്ടൊക്കെ നമുക്ക് വീഡിയോ ചെയ്യണം. അപ്പോൾ എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയണില്ല ഗൈസ്. ഞാൻ അപ്പോൾ ഇത്രയും നേരം എന്താ പറഞ്ഞതെന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഇനി വരുന്ന വീഡിയോ ഞാൻ എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയുന്നുണ്ട്. എല്ലാവരും ഒന്ന് എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയുന്നുണ്ട്. എല്ലാവരും ഒന്ന് ഫസ്റ്റ് ഒന്ന് ക്ഷമിക്കുക. പിന്നെ ഞാൻ റെഡിയാക്കി വന്നുകൊണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാ നമുക്കിനി കാണാം. അപ്പോൾ ഞാൻ മറ്റേ സാധനങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഗൈസ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ടച്ച് എന്തൊക്കെയോ പറയണ കേൾക്കുക ഗൈസ്. എനിക്കൊന്നും അറിയില്ല. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേ എനിക്ക് ഇതേ പറയാനറിയുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എന്തൊക്കെയോ പറയണതറിയാം, പറയണത് കേൾക്കുക. അപ്പോൾ നിങ്ങളൊക്കെ എന്താണോ സാധാരണ യൂട്യൂബ് ചാനൽ തുടങ്ങിയ പോലെ എങ്ങനെയാണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് അതേപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്തിട്ടും ഷെയർ ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടും. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം. ബാക്കി നമുക്ക് പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ബൈ.